ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 47 റിവ്യൂ ആണ്. ഈ സംഭവം നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഷാനവാസ് റിയാസിനെ നോക്കിക്കാണിച്ച സംഭവം. ഇത് ഞാനിപ്പോൾ സീരിയസ് ആയിട്ട് കാണിച്ചതാണ്. വെളുപ്പിനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നെങ്കിൽ മാത്രമേ പാട്ടൊക്കെ കേട്ട് ദിവസം ആരംഭിക്കുന്ന സമയത്ത് ലൈവിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ബിഗ് ബോസിന് അവിടെ പ്രാണവേദന, അണിയറ പ്രവർത്തകർക്കും കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കുറേയധികം ആളുകളെ കൊന്നിരിക്കുകയാണ്. ഒരൊറ്റ എണ്ണത്തിന് പോലും കൊടുക്കുന്ന പൈസയ്ക്ക് പണിയെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഇല്ല എന്ന് പറയരുത്. അനുമോൾക്ക് നല്ലൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അനുമോൾ മറ്റേ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ കണ്ണൊക്കെ അടിച്ച് നിന്നിട്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ടൊക്കെ പോകുന്നത് കണ്ടിട്ടില്ലേ? എന്തൊരു ആത്മാർത്ഥതയാണ് ആ ഒരു കുട്ടിക്ക്. അതേപോലെ തന്നെ ഈ ഡാൻസ് കളിക്കുന്നതിൽ കാര്യമായിട്ടുള്ള ആത്മാർത്ഥത കഴിഞ്ഞ സീസണുകളിലെ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ തവണ ഉണ്ട്. അത് ശരിയാണ് കേട്ടോ. ഈ ഡാൻസ് കളിക്കുന്നതിൽ രാവിലത്തെ മോർണിംഗ് സോങ്ങിന് അനുബന്ധമായിട്ടുള്ള ചുവടുവെപ്പിൽ ഇവരാണ് മികച്ചത്. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇവർ അമ്പെ പരാജയമാണ്. ബി ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞ സീസൺ, അതിൻ്റെ മുന്നിലത്തെ സീസൺ ഞാൻ കണ്ടതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് ഇത് പൊട്ടി പാളീസായിപ്പോയി എന്ന് പറയേണ്ടി വരും. ചലഞ്ചേഴ്സായിട്ട് വന്ന ആളുകളുടെ പ്രശ്നമാണോ, അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിന് ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ കളിച്ചാൽ മതി എന്നുള്ള ചിന്തയാണോ, അതോ ഇനിയിപ്പോൾ അവരതൊന്നും കണ്ടിട്ടില്ലേ മുന്നേ, എന്താണെന്നൊന്നും അറിയില്ല. മൊത്തത്തിൽ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ വെളുപ്പാങ്കാലത്ത് വിളിച്ചെഴുന്നേപ്പിച്ച് വൈകിട്ട് വരെ കാത്തിരുന്നാലാണ് ബിഗ് ബോസിന് തന്നെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ളത് കിട്ടുന്നത്. എന്നിട്ടും ഇന്ന് എപ്പിസോഡിൽ ആകെ ഉണ്ടായിരുന്നത് ഷാനവാസിൻ്റെ പെർഫോമൻസ് ആണ്. ഷാനവാസിൻ്റെ ഫാൻസിനെ വെച്ച് നോക്കുന്ന സമയത്ത് അണ്ണനൊരു സ്പേസ് കിട്ടി, അണ്ണന് കുറച്ച് ഗെയിം കളിക്കാൻ പറ്റി. പക്ഷേ എന്ത് ഗെയിമാണ് എന്നുള്ളത് ഈ എളിയവന് മനസ്സിലായിട്ടില്ല. ആ ഒരു ഗെയിമിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയും അനീഷ് പൊളിച്ചടുക്കി, ലക്ഷ്മി പൊളിച്ചടുക്കി, റിയാസ് പൊളിച്ചടുക്കി, നല്ല ചലഞ്ചറായിട്ട് വന്ന റിയാസ് പൊളിച്ചടുക്കി, റിയാസിൻ്റെ ഗെയിം സക്സസ് ആയി. എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ റിയാസിൻ്റെ ഏത് ഗെയിമാണ് സക്സസ് ആയത്? റിയാസിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ റിയാസിൻ്റെ ഗെയിമൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി എന്നുണ്ടെങ്കിലും ആഫ്റ്റർ ഓൾ നോക്കുന്ന സമയത്ത് റിയാസിൻ്റെ ഗെയിമൊന്നും അത്ര സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്, ഹോട്ടൽ ടാസ്കിൽ നിന്നിട്ട് പുറത്ത് വന്ന് ലക്ഷ്മിയായിട്ട് റിയാസിനോട് പെരുമാറി. അപ്പോൾ റിയാസിൻ്റെ ഗെയിം അവിടെ വിജയിച്ചു, ലക്ഷ്മിയെ പ്രൊവോക്ക് ചെയ്തു. പക്ഷേ നമ്മളൊന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ ആ ഹോട്ടൽ ടാസ്കിൽ ആകെ കുഴപ്പമില്ലാതെ ആ ഒരു ടാസ്കിനനുസരിച്ചിട്ട് കൂടുതൽ നേരം പിടിച്ചു നിന്ന ഒരാൾ ലക്ഷ്മിയാണ്. അപ്പോൾ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് നേടി? പ്രത്യേകിച്ചൊന്നും നേടിയൊന്നുമില്ല. പോയപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. പ്രത്യേകിച്ച് ഗെയിമിലൊന്നും സംഭവിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ ഷാനവാസ് ഏറ്റവും മോശമായിട്ട് ഗെയിം കളിച്ചു എന്ന് കണ്ടസ്റ്റൻസിൽ പല ആളുകളും പറയുന്നു. അല്ലെങ്കിൽ ഹോട്ടൽ ടാസ്ക് ഉഴപ്പി ഗസ്റ്റിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ ഷാനവാസിന് കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. അദ്ദേഹം ഹോട്ടൽ ടാസ്കിൽ നിന്നൊരു തൊഴിലാളിയായിട്ടാണ് ഈ പറയുന്ന അലമ്പൊക്കെ കാണിച്ചത്. തൊഴിലാളികൾ അങ്ങനെ അലമ്പൊക്കെ കാണിക്കാറുണ്ട്. ചില തൊഴിലാളികൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യ ബോധമാണ്. അങ്ങനെയുള്ള ആളുകളാണ് സമരം വിളിക്കുന്നതും അങ്ങനെയുള്ള ആളുകളാണ് പരിപാടി പൂട്ടിക്കെട്ടിക്കുന്നതും ഒക്കെ. അപ്പോൾ അയാൾക്ക് പൂട്ടിക്കെട്ടിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അയാൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. പൂട്ടിക്കെട്ടിക്കാനായിട്ടുള്ള ഒരു മിനിമം റൈറ്റ് ഇവിടെയുള്ള തൊഴിലാളിക്ക് ഉണ്ട് എന്നുള്ളതാണ് അവരൊക്കെ പറയുന്നത്. അത് മുതലാളി കുത്തുവാള എടുത്തിട്ടാണ് എന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള റൈറ്റുള്ള വിപ്ലവ പാർട്ടിയൊക്കെ ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ കുറേയധികം പരിപാടികളുണ്ട്. എന്നാൽ കോർഡിനേഷൻ ഇല്ല. ഇതിപ്പം ഷാനവാസ് ഒറ്റയ്ക്ക് കിടന്ന് അവിടെ ഈ ഗെയിം കളിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ ഗസ്റ്റിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തേ എന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാണുന്ന ആളുകൾക്ക് വലിയ രസമായിട്ടൊക്കെ തോന്നുന്നു. എനിക്കറിയത്തില്ല. ഷാനവാസ് അവിടെ കിടന്നിട്ട് നെവിനെ പോലുള്ള ചില ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ സമയത്ത് മനസ്സിലായില്ല. പല രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ മൈൻഡിലേക്ക് പോയി. കാരണം നമ്മൾ ഇമാതിരി ഷെയ്മിങ്ങൊക്കെ സ്ഥിരമായിട്ട് പല ആളുകൾക്കെതിരെയും ആളുകൾ ഉന്നയിക്കുന്നത് കേൾക്കുന്നതാണല്ലോ. അപ്പോൾ അതിൽ ഏത് ആൾക്കാരാണ് ഉദ്ദേശിച്ചത്? സവാദരിക്കാരാണ് ഉദ്ദേശിച്ചത്? അതോ മറ്റേ കൈകുട്ടി പാട്ടൊക്കെ പാടിയിട്ട് പൈസ കുത്തിന് പിടിച്ച് വാങ്ങുന്ന ആൾക്കാരാണ് ഉദ്ദേശിച്ചത്? അങ്ങനെയുള്ള കുറേ ഡൗട്ടുകളൊക്കെ എൻ്റെ മൈൻഡിലേക്ക് പോയി. അങ്ങനെയൊക്കെ ബസ് സ്റ്റാൻഡുകളിൽ കൂടെ നടക്കുന്ന ആളുകളോട് ഉപമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ മോശമാണ്. ഇതൊക്കെ ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നതാണ്. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, പൊളിറ്റിക്കലി റോങ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ചിന്ത വന്നുപോയി. ഇങ്ങനെ ഒരു ചിന്തയിലാണോ ഷാനവാസ് പറഞ്ഞതെന്നൊക്കെ ഉള്ളതിൻ്റെ ക്ലാരിറ്റി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വമൊക്കെ ആ കൂടെ ഗെയിം കളിക്കുന്ന ആളുകൾക്കും ഇതിൻ്റെ ഷോയുടെ ആൾക്കാർക്കും ഒക്കെയാണ്. അപ്പോൾ ഷാനവാസ് കുറച്ചും കൂടെ വാക്കുകളിൽ ഒരു കൺട്രോൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ താങ്ങി നിർത്തുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വലിയ സന്തോഷമായിരിക്കും. ഷാനവാസിനെ എനിക്കിഷ്ടമാണ്. ഞാൻ വന്നപ്പോൾ വലിയ പ്രതീക്ഷയോടെ നോക്കിയ ഒരു കണ്ടസ്റ്റൻ്റാണ്. പിന്നീട് അക്ബറിലേക്ക് കുറച്ച് ഒരു താല്പര്യം പോയി. അക്ബർ എന്തെങ്കിലും കാണിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഹോട്ടൽ ടാസ്കിൽ അക്ബർ എവിടെ പോയി? അക്ബറിനൊന്നും ഉണ്ടായില്ല. അക്ബർ ആ ഒരു ടാസ്കിലൊട്ടും ആക്റ്റീവ് അല്ല. അക്ബർ അതിനെക്കുറിച്ചൊരു ചിന്തിക്കുന്ന പോലുമില്ല. അക്ബർ ശരിക്കും പറഞ്ഞാൽ അനുവിനേക്കാളും ഡൗൺ ആയിപ്പോയി. അനു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടാസ്കുകളിൽ അന്യായ ഫ്ലോപ്പാണ് നമുക്കറിയാം. കാരണം അനുവിൻ്റേതായിട്ടുള്ള ഒരു ഗെയിമുണ്ട്. പ്ലാസി എടുത്ത് പൊക്കം വിട്ടപ്പോഴത്തേന് ആ ഗെയിം പോയി. അത് മറ്റേ കൊടാമ്പക്കത്തേക്ക് പറന്നു ആ ഗെയിം. അവിടെ ഈ ഗസ്റ്റൊക്കെ പുറത്തേക്ക് പോയതിന് ശേഷം വേണം ഇനി അനുവിന് ഗെയിം കളിക്കാനായിട്ട്. അക്ബർ അതിലും താഴെ പോകുന്നത് ശോകമാണ്. ഇനി ആദില, നൂറ, അതേപോലെ തന്നെ ആര്യനെ കുറിച്ചിട്ട് എന്ത് പറയാനാണ്? ആര്യൻ ശരിക്കും പറഞ്ഞാൽ സീസൺ 5 തുടക്ക സമയത്ത് സാഗർ കളിച്ചതുപോലെയുള്ള അലമ്പ് കളിയാണ് കളിക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് കയറി വരുന്ന സമയത്ത് എവിക്റ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്.
ഇതിപ്പോൾ ആര്യൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ വാല്യൂ കൊടുത്തിട്ട് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഗെയിം കളിക്കുന്ന ഒരു രീതിയാണ്. ഗെയിമൊന്നുമില്ല, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ചുമ്മാ ഇങ്ങനെ പ്രൊവോക്ഡ് ആയിട്ട് അതിലേ നടക്കുന്നു. ഓണറുടെ മകളായിട്ടുള്ള ആദില ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ വെളുപ്പിന് വിളിച്ചെഴുന്നേൽപ്പിച്ചതുകൊണ്ട് കിളി പോയതുകൊണ്ട് ഏതാണ്ട് ആക്റ്റീവായി എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ വൻ ഫ്ലോപ്പായിരുന്നു. പിന്നെ ജനറൽ മാനേജർ ലക്ഷ്മിക്ക് പിന്നെ ആ ഒരു വസ്ത്രമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മൂഡ് ഫീൽ ചെയ്യും. പിന്നെ ജിസേൽ ശരിയാണ്, മറ്റേ തോക്കൊക്കെ പിടിച്ച് അതിലെ കുറച്ച് റഷ്യൻ ആക്സെൻ്റൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും മൊത്തത്തിൽ അങ്ങോട്ട് കോർഡിനേഷൻ ശരിയായില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെയാണല്ലോ, മറ്റേ റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് സംഭവം ഇങ്ങനെ കണ്ടുപിടിച്ചായിട്ട് പറയണമല്ലോ. എന്നാൽ ഞാൻ പറയുകയാണ്, റിയാസിൻ്റെ ഒരു ഗെയിം സക്സസ് ആയി. റിയാസ് പൊളിച്ചടുക്കി. ഒറ്റയാൻ അനീഷിൻ്റെ ഗെയിം എന്താണെന്നുള്ളത് ഞാൻ സ്ഥിരമായിട്ട് ആലോചിക്കാറുണ്ട്. ഒറ്റയാൻ അനീഷിൻ്റെ ഗെയിം എന്താണ്? ഒറ്റയാൻ അനീഷ് എന്ന് പ്രേക്ഷകർ പറയും. ഓക്കെ, ഒറ്റയാൻ അനീഷിൻ്റെ ഗെയിം എന്താണ്? ഒറ്റയാൻ അനീഷ് എന്ന് വീണ്ടും അവർ പറയും. ശരി, ഒറ്റയാനാണല്ലേ ഗെയിം. ഓക്കെ, ഒറ്റയ്ക്ക് കളിക്കുന്ന ഗെയിം. പക്ഷേ എന്താണ് പുള്ളി ഒറ്റയ്ക്ക് അവിടെ കളിക്കുന്നത്? ഒറ്റയ്ക്കൊരു വാക്യം ഉച്ചത്തിൽ 10 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ആസ്വാദകരമാവും? ബാക്കിയുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അനീഷ് ഒരു നല്ല മനുഷ്യനാണ്. അപ്പോൾ അനീഷിൻ്റെ ഒറ്റയാൻ എന്ന് പറയുന്ന ആ ഒരു ഗെയിമിനെ പൊട്ടിക്കാൻ വേണ്ടിയായിരിക്കും റിയാസിന് ഒരു സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് ഇന്നലെ കൊടുത്തത്. ഐ ലവ് യു മൈ ഫ്രണ്ട് എന്ന് അനീഷിനെ കൊണ്ട് ഷാനവാസിനോട് പറയിപ്പിക്കുക. ഒരു ഫ്രണ്ടെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ തനിക്കുണ്ട് എന്ന് അനീഷ് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗെയിം പോയി. അപ്പോൾ അങ്ങനെ അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു കോംബോ, ഷാനവാസിൻ്റെ ചില മണ്ടത്തരങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അനീഷ് എന്നൊക്കെ ഉള്ളതായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗെയിം വർക്കായി. കാരണം അനീഷിൻ്റെ സംസാരത്തിലൊക്കെ എന്തൊരു സ്നേഹമാണ് ഷാനവാസിനോട്. ശരിക്കും ആ ഒരു ഗെയിമിൽ, ആ ഒരു ടാസ്കിൽ അനീഷ് വീണുപോയി, ഫ്ലാറ്റായിപ്പോയി. ഇനിയിപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാല് വാരും എന്നുള്ളത് മുന്നേ തന്നെ അഡ്വാൻസ് ആയിട്ട് അനീഷ് ഷാനവാസിനോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ എങ്ങനെയായിരിക്കും അവരത് എക്സിക്യൂട്ട് ചെയ്യുക? എങ്ങനെയായിരിക്കും ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കുക? ഇങ്ങനെ നിവിൻ ഇങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടില്ല, ഷാനവാസ് കണ്ടു, ഞങ്ങളെ ആരും തൊട്ടിട്ടില്ല, ഷാനവാസിനെ തൊട്ടോ, ഷാനവാസ് തൊട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷ്മിയും അനുമോളൊക്കെ പറയുന്നത് പോലെ ഷാനവാസ് പറഞ്ഞു കഴിഞ്ഞാൽ വീണ് ഞങ്ങളുടെ പാവപ്പെട്ട പ്രിയപ്പെട്ട ലാലേട്ടനെ അപമാനിക്കുന്നതിന് തുല്യമാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പുറത്തേക്ക് വിടുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിക്കുക. നിങ്ങളിങ്ങനെ പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയുന്ന സമയത്ത് എന്തോ വിസിലടിക്കുകയോ സൈറൻ മുഴക്കുകയോ വേണ്ടി ചെയ്യാറില്ലേ? അപ്പോൾ ആ ഒരു സൈറൻ നിങ്ങൾ റെഡിയാക്കി വെച്ചോളുക. ഇവർ ഈ തൊട്ടേ പിടിച്ചു അൺകംഫർട്ടബിൾ ആയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഇതിങ്ങനെ അടിക്കുക. കാരണം മക്കളെ, അങ്ങനെയുള്ള കണ്ടന്റ് വലിയ പാടാണ്, നമ്മൾ ബോറടിക്കുന്നുണ്ട് എന്നുള്ളത് ബിഗ് ബോസ് പറയുക. ഇത്തിരി കട്ട് ചെയ്തു, എന്തോരം സാധനങ്ങൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്, ഞങ്ങൾ ശ്രദ്ധിക്കത്തില്ല, ഞങ്ങൾ ശ്രദ്ധിക്കാത്തതുപോലെ നടിച്ചോളാം. ഒരു ചേഞ്ചിന് വേണ്ടി വെളുപ്പിന് 5 മണിക്കാണ് ബിഗ് ബോസ് പാട്ടൊക്കെ വെച്ചത്. എല്ലാ ആളുകളും ഉറക്കെ ചടവോടെ ഇറങ്ങി വന്ന ചുവടുകളൊക്കെ വയ്ക്കുന്നുണ്ട്. നല്ല രസമുള്ള ചുവടുകളാണ്. ഏതായാലും ഈ സീസണിലെ ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ഡാൻസ് ചെയ്യാനായിട്ടൊക്കെ അറിയാം. ഇന്ന് സാബുമോനൊക്കെ ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് നടത്തിയിരുന്നു. സാബുമോൻ എന്തുവാണ് ആ പയ്യനെ പുറത്ത് ആ വെയിലത്ത് പ്രതിമ അണക്കി നിർത്തിയ ആൾ ക്ഷീണിച്ചു പോയി. എനിക്ക് വിഷമം വരുന്നുണ്ട്. ആ ചിരിയൊക്കെ അങ്ങ് പോയി, മുഖത്തെ ചിരി അങ്ങ് മാഞ്ഞു. സാബുമോൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു എന്ന് പറയുമ്പോൾ, കാരണം അദ്ദേഹം അതായിരുന്നു ആകെ ആ ഹൗസിൽ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു. സീരിയസ്ലി ഞാൻ പറയുകയാണ്. സാബുമോൻ സംസാരിക്കാതിരിക്കുകയോ എന്നുള്ളതല്ല, അദ്ദേഹം കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു പ്രസൻസ്. ഈ കുറേയധികം ആളുകൾ അനീഷിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ സാബുമോനെ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. സാബുമോൻ ഒറ്റയാൻ ഗെയിമടാ, ഒറ്റയാനാണല്ലോ സാബുമോന് വരെ കോംബോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി തൊട്ട് സാബുമോനെ സപ്പോർട്ട് ചെയ്യാം. റിയാസ് രാവിലെ വന്ന് അടുക്കള പരതുകയാണ്. ഈ ഗസ്റ്റിന് എന്തിനാണ് അടുക്കളയിൽ കാര്യം? ടാസ്കൊക്കെ തുടങ്ങിയില്ല, അടുക്കള പരതേണ്ട കാര്യം എന്താണ്? ഏത് ഹോട്ടലിലെ ഗസ്റ്റാണ് അടുക്കളയിൽ പരതി നടക്കുന്നത്? ഇവിടെ ഗസ്റ്റും മാന്യമായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല. പിന്നെ ഗസ്റ്റിൻ്റെ അടുത്ത് ഹോട്ടൽ സ്റ്റാഫ് മാന്യമായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായമാണ്. അപ്പോൾ ഹോട്ടൽ ടാസ്ക് കുളവാക്കിയതിൽ ചലഞ്ചറിനും വലിയ റോളൊക്കെ ഉണ്ട്. ചലഞ്ചറായിട്ടുള്ള റിയാസ് പണ്ട് സീസൺ 4 കളിച്ചതുപോലെയുള്ള പ്രൊവോക്കിംഗ് ഗെയിം കളിക്കാൻ വേണ്ടി ഗസ്റ്റിൻ്റെ കുപ്പായത്തിൽ നിന്നിറങ്ങി ഒരുമാതിരി അയലോകത്തെ അമ്മായി വഴക്കുണ്ടാക്കുന്നത് പോലെ ചവറ് വാരി എറിയുകയാണ്. ഷാനവാസിനിട്ടും അനീഷിനിട്ടും എതിരെ ഗെയിം കളിക്കാൻ വേണ്ടി നല്ല ചവർ ഗെയിം ആയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇങ്ങനെ അടുക്കള പരതിയ സമയത്ത് അനീഷ് അറിയാതെ പറഞ്ഞു, സാറൊന്ന് ശ്രമിച്ചു നോക്കൂ. എനിക്ക് തോന്നുന്നു അനീഷ് സാറ് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് ഹൗസ് പോകാനായിട്ടുള്ള രീതിയിലാക്കൂ എന്നുള്ളതായിരിക്കും അനീഷ് ഉദ്ദേശിച്ചത്. ഏതായാലും അത് റിയാസിന് ഇഷ്ടപ്പെട്ടില്ല. റിയാസ് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ കയറി പാത്രമൊക്കെ കഴുകണോ, ഞാനാണോ ഇതൊക്കെ കഴുകണ്ടേ എന്ന് ചോദിക്കുന്നു. ഇതിനുശേഷം ഒഫീഷ്യലായിട്ട് ഹോട്ടൽ ടാസ്ക് ആരംഭിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ്. അപ്പോൾ ഗസ്റ്റായി GM ചില കാര്യങ്ങൾക്കൊക്കെ ആൻസറബിൾ ആവേണ്ടതുണ്ട്. അപ്പോൾ GMനോട് റിയാസ് ചോദിക്കുകയാണ്,
ഈ പാത്രങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ജി എമ്മിൻ്റെ കുപ്പായത്തിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിങ്ങനെ ഒളിഞ്ഞു നോക്കി പറയുകയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഹൗസിൽ കുറേ ടാസ്ക് ചെയ്യാത്ത അലമ്പ് ടീമൊക്കെ ഉണ്ട്, ഞാനല്ല ബാക്കി കുറച്ച് അലമ്പ് ടീമൊക്കെ ഉണ്ട്, അവരാണ് ശരിക്കും പാത്രങ്ങളൊക്കെ കഴുകേണ്ടത്, ഹോട്ടൽ ടാസ്ക് അത് ഇങ്ങനെ എന്നൊക്കെ പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വൃത്തി, ഈ വെസലുമായി ബന്ധപ്പെട്ട വൃത്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സീസൺ കാണുന്ന ആളുകൾക്കറിയാം. അപ്പോൾ നൂറ ഹോട്ടൽ ടാസ്കിനെ കുറിച്ചിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ശരിക്കും ഇത് ഹോട്ടൽ ടാസ്ക്കാണ്, ഹോട്ടൽ ടാസ്കിൻ്റെ അകത്ത് നിന്നിട്ടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്, അപ്പോൾ ഉത്തരങ്ങളും അങ്ങനെ തന്നെയാണ് പറയേണ്ടതെന്നൊക്കെ നൂറ പറയുകയാണ്. ഇതിനുശേഷം നമ്മുടെ റിയാസ് അനീഷിനൊരു ടാസ്ക് കൊടുക്കുകയാണ്, ഗോസിപ്പ് പറയണം. ഗോസിപ്പ് പറയാനായിട്ട് പറയുന്ന സമയത്ത് അനീഷ് ആദ്യം വലിയ റിസ്ക് ഒന്നും എടുക്കാതെ പ്ലാച്ചിയുടെ കഥയൊക്കെ പറയുകയാണ്. പ്ലിങ്കു എന്നുള്ളതാണ് അനീഷ് വിളിക്കുന്നതെന്നൊക്കെ പറയുന്നു. ഒറ്റയാൻ കളികളായതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കാത്തിരിക്കണം അനീഷ് എന്താണ് പറയുന്നതെന്ന് ഇങ്ങനെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ റിയൽ ഗോസിപ്പ് പറയാൻ പറയുന്നു. അപ്പോൾ അനീഷ് തൻ്റെ പ്രിയ സുഹൃത്ത് ഷാനവാസ് ഉന്നയിച്ച നെവിനെതിരെയുള്ള ആരോപണത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. ഷാനവാസ് പറഞ്ഞു അത് എനിക്ക് ഉറപ്പില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെവിൻ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു, അടുത്ത് ഇടപഴകുന്നു എന്നൊക്കെ ഉള്ളതാണ്. ക്ലിയർ ആയിട്ട് എന്താണെന്നുള്ളത് ആർക്കും അറിയത്തില്ലല്ലോ, അനീഷിനും അതിനെക്കുറിച്ചിട്ട് വലിയ കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഷാനവാസ് രാവിലെ ഡ്യൂട്ടി തുടങ്ങിയില്ല, യൂണിഫോം ഇട്ടാലേ പുള്ളിക്ക് ഡ്യൂട്ടി വരത്തുള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു റിബൽ മൂഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മൊത്തത്തിൽ ഷാനവാസിനെ നെവിനെ റിയാസ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല കലിപ്പുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രൊവോക്കിങ്ങിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ച ആളാണ് ഷാനവാസും അനീഷും ഒക്കെ. അനീഷ് കാര്യമായി തന്നെ ഷാനവാസിനെ ഇങ്ങനെ എന്താ പറയുന്നത് ഉപദേശിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പ്രൊവോക്ഡ് ആവരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്നൊന്നും. അപ്പോൾ അനീഷ് പറയുന്നു, ഞാൻ വേണമെങ്കിൽ ഷാനവാസിനോട് പറയാം, താൻ പറയണ്ട. അപ്പോൾ അവിടെ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കാനായിട്ട് ഷാനവാസിനോട് പറയുന്നു, അദ്ദേഹം അത് ചെയ്യുന്നില്ല, യൂണിഫോം ഇട്ടാലേ ചെയ്യത്തുള്ളൂ, ഇവിടെ റാഗിങ്ങും ടോർച്ചറിങ്ങും ഒന്നും വേണ്ട, അടിമകളോട് പെരുമാറുന്നത് പോലെ പെരുമാറണ്ട, അതേപോലെ തന്നെ ഗസ്റ്റ് എന്നോട് സംസാരിക്കേണ്ട, എന്നോട് മുതലാളി സംസാരിച്ചോളും, ജനറൽ മാനേജർ എന്നോട് സംസാരിക്കേണ്ട, മുതലാളി സംസാരിച്ചോളും, മുതലാളിയുടെ മോൾ എന്നോട് സംസാരിക്കേണ്ട, മുതലാളി സംസാരിച്ചോളും എന്നൊക്കെ ഇങ്ങനെ ഷാനവാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഷാനവാസ് മറ്റേ സാധനം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല, ഇത് നൊസ്റ്റാൾജിക് സാധനമാണ്, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് മെയിനായിരുന്നു, കണ്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു ആവേശം കണ്ടില്ലേ. അപ്പോൾ വളരെ നൊസ്റ്റാൾജി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ചിട്ട് നെവിൻ പറയുന്നുണ്ട്, ഷാനവാസൊക്കെ പഴയ ജനറേഷൻ, ഞങ്ങളൊക്കെ പുതിയ ജനറേഷൻ, അവരുടെയൊക്കെ ഒരു സദാചാര മൈൻഡ് സെറ്റ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നെവിൻ ഷാനവാസിനെ കുറിച്ചിട്ട് പറയുന്നത്. ഏതായാലും ആ ഒരു കളി വിജയിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ഷാനവാസിന് അത്യാവശ്യം സപ്പോർട്ടൊക്കെ ലൈവിൽ കിട്ടുന്നത് ഞാൻ കണ്ടു. അങ്ങനെ സെക്യൂരിറ്റി വിളിക്കുകയാണ്, ഷാനവാസിൻ്റെ മിസ്ബിഹേവിയർ, ഡീസൻസി ഇല്ലാത്ത ലാംഗ്വേജ്, ഗസ്റ്റിനോട് അപമര്യാദയായിട്ട് പെരുമാറുന്നു എന്നുള്ളതൊക്കെയാണ് റിയാസ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിയാസ് ഹോട്ടൽ ടാസ്കിനകത്ത് നിന്നിട്ടാണോ കളിക്കുന്നത്? എനിക്കത്ര തോന്നുന്നില്ല. ഏത് ഹോട്ടലിലാണ് ഗസ്റ്റ് ചുമ്മാ ചവറ് വാരി എറിഞ്ഞുകൊണ്ട് നടക്കുന്നത്? നമ്മളൊക്കെ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ മാന്യമായിട്ട് പെരുമാറാൻ ശ്രമിക്കും. അല്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റാഫ് വലതുമൊക്കെ നമ്മളെ പറയാൻ സാധ്യതയുണ്ട്. പൊതുവെ ഇന്ത്യക്കാർ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ മോശമായിട്ട് പെരുമാറുമെന്നൊക്കെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇത് പക്ക നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗസ്റ്റ് ആയിരുന്നായിരിക്കാം. അയാളിങ്ങനെ അതിലിങ്ങനെ ഓടി നടക്കുകയാണ്. ശരിക്കും അയാളുടെ ഹോട്ടൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഓടി നടക്കുന്നത്. ഓരോ ഹോട്ടലിൽ ചെല്ലുന്ന സമയത്ത് കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് നമ്മൾ ചില ഇത് കൂട്ട് പരിപാടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫ്ലൈറ്റ് കയറ്റുമോ, ബാൻ ചെയ്യില്ലേ. അപ്പോൾ അതേപോലെയുള്ള ചില ആക്ഷനൊക്കെ ഈ ഗസ്റ്റിനെതിരെ എടുക്കാനായിട്ടുള്ള റൈറ്റൊക്കെ ഹോട്ടലിലുള്ള സ്റ്റാഫിനുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ ഒരു ഗെയിമായിട്ട് എടുക്കണമെന്നേ, എന്നാലേ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ ഒരാൾ വരുന്നു, മറ്റേ പണ്ട് പവർ ഹൗസിൽ കയറിയിരിക്കുന്നത് പോലെ എല്ലാവരെ കൊണ്ടും പണിയെടുപ്പിക്കുന്നു, അവർക്ക് ചായയും വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടാസ്ക്കായിട്ട് മാറത്തില്ല. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഈ പറയുന്ന കോപ്രായങ്ങളെല്ലാം അതിനപ്പുറം ചെയ്താലും ഞാൻ ഇതൊക്കെ വൃത്തിയാക്കി വെക്കുമെന്ന് ഷാനവാസ് പറയുന്നു. കാരണം യൂണിഫോം ഇട്ടാൽ പിന്നെ ഡ്യൂട്ടി വരും, സ്റ്റാർ ഊരി വെച്ചിട്ട് ചെയ്താൽ മതി എന്ന് റിയാസ് പറയുന്നു. ലക്ഷ്മി ഈ സ്റ്റാറുകൾ തിരിച്ചു വേണമെന്ന് ചോദിക്കുന്നുണ്ട്, ഷാനവാസ് കൊടുക്കുന്നില്ല. റിയാസ് അദ്ദേഹത്തിന് റെസ്പെക്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിനകത്ത് അനു കയറി ഇടപെടുന്നുണ്ട്. വലിയ കാര്യമായിട്ടൊന്നും ഇടപെടുന്നൊന്നുമില്ല. അപ്പോൾ വൃത്തികെട്ട ഗസ്റ്റ് വന്നാൽ പറയും, വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയുമെന്നൊക്കെ ഷാനവാസ് പറയുന്നു. അതിലപ്പോൾ വെളുപ്പിനെ ആയതുകൊണ്ട് തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. തന്നെ വൃത്തികേടുകൾ കോരാനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മുതലാളിയുടെ മകളാണല്ലോ, കുറച്ച് അഹങ്കാരമൊക്കെ ആവാം, ഇന്നലെയോ വന്നില്ല, ഇന്നത് കാര്യമായിട്ട് തന്നെ വരുത്താനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അനീഷ്, ഷാനവാസ് എന്നിവരെ ഇങ്ങനെ ആ ഒരു കോംബോനെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ട് അനീഷ് ഇടപെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇരട്ട പറ്റതാണോ എന്ന് അതിൽ ചോദിക്കുന്നു. മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് അനീഷ് ഷാനവാസിനെ ഉപദേശിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ അവിടെ ഇങ്ങനെ ചപ്പൊക്കെ തട്ടിത്തെറിപ്പിച്ച് മൊത്തത്തിലൊരു ബഹളം. ഇതിനിടയിലൊക്കെ അനീഷ് ഷാനവാസിന് വക്കാലത്ത് പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. സ്റ്റേ ബാക്ക് എന്ന് അതിൽ പറയുന്നുണ്ടായിരുന്നു.
അപ്പം അങ്ങനെയൊക്കെയാണ് അവിടുത്തെ അലമ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ റിയാസ് അനീഷിനോട് ചോദിക്കുന്നുണ്ട്, ഒരു കാര്യം 10 പ്രാവശ്യം പറയുന്ന താൻ ഷാനവാസ് എനിക്കെതിരെ മോശം ഭാഷ ഉപയോഗിച്ച സമയത്ത് എന്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ നെവിൻ അവിടെ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് യൂണിഫോം, ഇറ്റ്സ് ഓൾ അബൌട്ട് ഡ്യൂട്ടി. ഞാൻ വെളുപ്പിനെ തന്നെ യൂണിഫോം ഇടാതെ തന്നെ ഡ്യൂട്ടിയിൽ കർമ്മനിരതനായല്ലോ, എന്തുകൊണ്ടാണ് ഷാനവാസിന് അത് ചെയ്യാൻ പറ്റാത്തത്? അപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് അക്ബർ ആദിലക്കെതിരെ തിരിഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് സ്റ്റാർ കൊടുത്തത്, ഷാനവാസിന് അത്ര സ്റ്റാറുകൾ കൊടുത്തത്? മൊത്തത്തിൽ ആളുകൾക്ക് സ്റ്റാറുകൾ അത്രയധികം കിട്ടാത്തതിൽ അതൃപ്തിയൊക്കെ ഉണ്ട്. റെനയ്ക്കാണ് ഏറ്റവും കുറവ് സ്റ്റാർ കിട്ടിയത്, അതേപോലെ തന്നെ പിന്നെ ആരാണ്, സാബുമാനുമാണ് ഏറ്റവും കുറവ് സ്റ്റാറുകൾ കിട്ടിയത്. ഇതിനുശേഷം ലിവിങ് ഏരിയയിലാണ് നമ്മൾ ഇവരെയൊക്കെ കാണുന്നത്. ഗസ്റ്റിനോട് അപ്പോളജൈസ് ചെയ്യുകയാണ്, GM അപ്പോളജൈസ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ജീവനക്കാർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോയി നമ്മുടെ ഷാനവാസ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരാളെ വിട്ടുപോയുള്ളൂ എന്നുള്ളത് റിയാസ് പറയുന്നു. ആക്ച്വലി അയാളെ ക്യാരക്ടറിൽ നിന്നിട്ട് തന്നെയാണ് ആ ഒരു ഗെയിം കളിച്ചത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രസ്ഥാനമൊക്കെ നടത്തിക്കൊണ്ട് പോകുമ്പം ജോലി ചെയ്യുന്ന ആളുകളുടെയൊക്കെ താല്പര്യങ്ങൾ നമ്മൾ കൂടുതൽ നോക്കണം. വെളുപ്പാങ്കാലത്തൊക്കെ വിളിച്ച് എഴുതിപ്പിച്ച് കഴിഞ്ഞാൽ ഏതൊരു പണിക്കാരനാണെങ്കിലും ഭീഷണി ഉണ്ടാക്കും. അപ്പോൾ അത് മലയാളം ബിഗ് ബോസ് ആയതുകൊണ്ട് നമ്മളതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് കൺസിഡർ ചെയ്യണം. റിയാസ് ഉന്നയിക്കുന്നത് 2 പ്രശ്നങ്ങളാണ്. ക്ലീനറായിട്ടുള്ള ഷാനവാസ് അസിസ്റ്റൻറ്റ് മാനേജറെ പിടിച്ച് തള്ളി. ഷാനവാസ് ഞാൻ തള്ളിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ AK-47 സെക്യൂരിറ്റി ഗാർഡ് ജിസേലിനെയും പിടിച്ച് പുഷ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഷാനവാസ് ഡിസ്മിസ്ഡ് ആവുകയാണ്. ഷാനവാസിൻ്റെ അടുത്തുനിന്ന് ഈ സ്റ്റാർ എങ്ങനെയും തിരിച്ചു വാങ്ങാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ റിയാസിനും അതേപോലെ തന്നെ ലക്ഷ്മിക്കൊക്കെ ഉണ്ട്. പക്ഷേ ലക്ഷ്മി കുറച്ചും കൂടെ ഷാനവാസിനോട് ഒരു എന്താ പറയുന്നത്, അനുകൂല നിലപാടൊക്കെയാണ് പല സാഹചര്യങ്ങളിലും എടുക്കുന്നത്. കാരണം റിയാസ് ഇന്നലെ ലക്ഷ്മിയെ കാര്യമായിട്ട് പ്രൊവോക്ക് ചെയ്തിരുന്നല്ലോ. പക്ഷേ പ്രൊവോക്ക് ചെയ്തു എന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അതൊന്നും കൊണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനുശേഷം ടാസ്ക് കുളവായെന്നൊക്കെ പറഞ്ഞ എല്ലാ ആളുകളും നിരാശപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ഷാനവാസ് ആ ടാസ്കിൽ നിന്നിട്ട് ആ ഹോട്ടലിൽ നിന്നിട്ട് ഡിസ്മിസ്സായി. നിങ്ങളതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഇരുന്നിട്ട് എന്താണ് കാര്യം? ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എവിടെ എന്തുവാണ് ശരിക്കും പറഞ്ഞാൽ? ആരാണ് അവിടുത്തെ ടോപ്പ് 5? എനിക്കറിയത്തില്ല. അനുമോൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ചില ആളുകൾ പറയുന്നു. അനുമോൾ എവിടെ? അനുമോളൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക. അനുമോളെ ഈ 3-4 ദിവസം എവിടെയെങ്കിലും സീനിൽ കാണാനായിട്ടുണ്ടായിരുന്നോ? ഇപ്പോൾ ഒരു ടോപ്പ് ഗെയിമർ ഏതെങ്കിലും ഒരു ദിവസം ഡൗൺ ആയി പോകുന്നതോ ഒരു പ്രശ്നങ്ങളിൽ ഇടപെടാത്തതുപോലും അല്ല. അനുമോൾക്ക് ഗെയിം ഇല്ല, ഈ ദിവസങ്ങളിൽ ഒരു ഗെയിം ഇല്ല, ഐഡിയ ഇല്ല. അനുമോളുടെ കയ്യിൽ നിൽക്കുന്ന സംഭവങ്ങളല്ല അവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ ക്യാപ്റ്റൻസിയിലേക്ക് ഷാനവാസിനെ റെക്കമെൻഡ് ചെയ്യണോ ജിസേലിനെ റെക്കമെൻഡ് ചെയ്യണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ ഷാനവാസിനെ റെക്കമെൻഡ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ കിടന്ന് ബബ്ബ അടിക്കുകയാണ്. അത് ഞാൻ അങ്ങനെയല്ല, അത് സ്റ്റാറിൻ്റെ എണ്ണം നോക്കി ടാസ്കിൻ്റെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് എന്താണ് കുഴപ്പം? ചില മൊമെൻറ്റുകളിൽ ഇപ്പോൾ ജിസേൽ അങ്ങനെയല്ലേ, ചില മൊമെൻറ്റുകളിൽ അങ്ങനെ മാറ്റിയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യും. എന്തിനാ പേടിക്കുന്നത്? അനുമോൾ ഭയങ്കര പേടിച്ചിട്ടാണ് ഗെയിം കളിക്കുന്നത്. അനുമോൾ ഇപ്പോഴും വിചാരിക്കുന്നത് ജിസേലാണ് തൻ്റെ എതിരാളി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് ഒന്നും ഇപ്പോൾ സീനിലില്ല. പക്ഷെ അത് അവർക്കറിയില്ല. അവർ വളരെ പുറകിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം അഭിലാഷ് നൂറ എന്നിവർ എന്തുകൊണ്ടാണ് ആ ഒരു ഗൺ ഒളിപ്പിച്ചത്, നൂറയാണ് ഒളിപ്പിച്ചത്, എന്തുകൊണ്ടാണ് അത് ഒളിപ്പിച്ചത് എന്നൊക്കെ പറയുന്നു. ജിസേലിനൊട്ട് ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ട് അവരുടെ എഫിഷ്യൻസി കാട്ടിക്കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയുന്നു. ജിസേൽ ഇത് ചോദ്യം ചെയ്തപ്പോൾ ഹോട്ടൽ സ്റ്റാഫിൻ്റെ ഉടുപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ അഭിലാഷ് ആരടി ഇരിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് തനിക്കോണം കാണിക്കുന്നു. ലക്ഷ്മിയും എടിയെ പൊടി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് അവിടെ ഒരു പ്രശ്നമാവുന്നുണ്ട്. എന്തിനാണ് അങ്ങനെയൊക്കെ പെരുമാറുന്നത്? അഭിലാഷ് ഒരു നല്ല ചെറുപ്പക്കാരൻ, മിടുക്കൻ എന്നൊക്കെയാണല്ലോ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഇങ്ങനെ കാട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തിനാണ് ഈ ചെറിയ കേസിനൊക്കെ അലമ്പുണ്ടാക്കിയെന്നുള്ളത് അറിയത്തില്ല. ഏതായാലും പിന്നീട് സ്റ്റാർസ് കൊടുക്കുകയാണ്. ലക്ഷ്മി റിയാസിനോട് പറയുന്നുണ്ട് 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ സ്റ്റാർ കൊടുക്കാനായിട്ട്. ഒന്ന് ക്യാരക്ടർ. ഈ ക്യാരക്ടർ വിടാതെ പിടിച്ച ആളുകൾ ടാസ്കിൽ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്ത ആൾ, വെറുപ്പിക്കാത്ത ആൾ, റെസ്പെക്റ്റ്, ഗസ്റ്റിനോട് റെസ്പെക്റ്റ് ഉണ്ടായിരുന്ന ആൾ. അതിനുശേഷം ഒരു സീരിയൽ ആക്ഷേപത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതൊന്നുമില്ല, മറ്റേ ഈ ഷാനവാസ് ചുമ്മാ ചീപ്പ് സീരിയലുകളിലേതുപോലുള്ള ഷോ കാണിച്ചു എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ സീരിയലുകൾ അങ്ങനെ പറയരുത്, അത് നമ്മളെല്ലാവരും ഇങ്ങനെ സീരിയലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? അതങ്ങനെ ഒരു സംഭവം. ഈ റിയാസിനൊരു പ്രശ്നമുണ്ടല്ലോ, ഏതെങ്കിലും ഒരാളെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ അടച്ച് ആക്ഷേപിച്ചിട്ട് അങ്ങ് പറയും. അതിനകത്തിപ്പം കൊച്ചു പിച്ചടക്കം ഒരു വീട്ടിലുള്ള ഒരാളെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അടച്ച് ആക്ഷേപിച്ചിട്ട് മൊത്തം അങ്ങ് അലമ്പാക്കി കളയും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംസാരിച്ചത്. അപ്പം റിയാസ് പറയുന്നുണ്ട് അത് ചീപ്പ് സീരിയൽസ് ഉണ്ട്, നല്ല സീരിയൽസ് ഉണ്ട്. പുള്ളി അത് അങ്ങനെ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും സ്റ്റാർസ് കൊടുക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു ശ്രമം. തന്ന സ്റ്റാർസ് തിരിച്ചു വേണം. അപ്പം ഷാനവാസ് ആരുടെ ഓർഡറാണ്? ഓണർ പറഞ്ഞു കഴിഞ്ഞാൽ തരാം എന്ന് പറയുന്നു. അപ്പോൾ ഒരു ക്ലീനറായിട്ട് അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്തു, മോശമായിട്ട് പെരുമാറുന്നു, മാനേജറോട് അഗ്രഷൻ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് റിയാസ് ചില ആരോപണങ്ങളൊക്കെ ഷാനവാസിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ആരോപണമല്ല, ഉള്ള കാര്യമാണ്. അപ്പോൾ ഷാനവാസ് അവിടെ കലിപ്പ്. ശരിക്കും ഷാനവാസ് കലിച്ചു കഴിഞ്ഞാൽ അത് ഗെയിമല്ല.
കളിച്ചു കഴിഞ്ഞാൽ അത് ഗെയിമല്ല. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ റിയാസിനെ കളിയാക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ റിയാസ് പറഞ്ഞ പോയിന്റുകൾക്ക് കൗണ്ടർ അടിച്ചിട്ട് ആക്കി വിടുന്ന രീതിയിലേക്കോ ഒക്കെ ചെയ്യണം. അല്ലാതെ ഈ കളിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു മിടുക്കനാണ്, ഇന്നലെ കിളിർത്ത കൂൺ, കാട്ടിൽ സിംഗുണ്ട്ര, പുലിയുണ്ട്ര, മാനുണ്ട്ര, പൂച്ചുണ്ട്ര എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കലിപ്പ് ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് സാധനമാണ്. ഇപ്പോഴത്തെ ടീംസിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല. റിയാസ് പറയുന്നു കോയിൻ തിരിച്ചു കൊടുത്തില്ലേ ഞാനിതിൻ്റെ പാർട്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ പോകുന്നു. നെവിനും അപ്പോൾ പോകണമെന്ന് പറഞ്ഞ് പോകാൻ ഇറങ്ങുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ പുറത്ത് പറയുമ്പോൾ കുരു പൊട്ടും ചില ആളുകളുടേത്. അപ്പോഴത്തേക്ക് അവിടെ നിവിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു. നിവിന് ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. കൂടെയുള്ള മേഡമാണ് ഇതൊക്കെ കുത്തിപ്പൊക്കിയത് എന്ന് പറയുന്നുണ്ട്. അതിലെ കുറിച്ചിട്ടാണ്. അതിലാണല്ലോ മറ്റേ ഷാനവാസ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സാധനം അവിടെ പറഞ്ഞ് പരത്തിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം അതിൽ നിന്നിട്ട് ഊരും, ഷാനവാസ് അതിനകത്ത് പെടും. അങ്ങനെയൊക്കെയാണ്. ബസ്സിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ നിന്നെപ്പോലെ കുറേ എണ്ണത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നെവിൻ കരയുന്നു. അത് എനിക്ക് മനസ്സിലായില്ല, ആരെയാണ് ഇവ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇൻസൾട്ടിങ് ആണ്. അപ്പോൾ ആദിൽ അങ്ങനെ പറഞ്ഞതിനെ കുറിച്ചിട്ട് നെവിൻ ഒരു വ്യസനം അവിടെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് ശരിയല്ല, എൻ്റെ ഫാമിലിക്ക് ഇത് കാണുന്നില്ലേ എന്നൊക്കെ പറയുന്നു. അപ്പം എന്നോട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതെന്ന് ആദില പറയുന്നു. അപ്പോൾ ലക്ഷ്മി പറയുന്നു ഷാനവാസ് സോറി പറയാതെ ഫുഡ് കഴിക്കില്ല. നെവിൻ അതിന് ഫുഡ് കഴിക്കാതിരിക്കണോ എന്ന് നെവിനല്ലേ ചോദിച്ചത്. നെവിൻ അത് പറ്റുന്നൊരു പരിപാടിയാണെന്ന് തോന്നുന്നില്ല. ആ ഒരു പ്രതിഷേധം പുള്ളിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സ്റ്റാറുകൾ കൊടുക്കുകയാണ്. ജിസേൽ 1 സ്റ്റാർ, അക്ബറിന് 1, നൂറ 1, ആരിന് കിട്ടിയ 1 സ്റ്റാർ കിട്ടിയ പോലെ ഇങ്ങനെ കേട്ടു. എപ്പിസോഡിൽ അത് കാണിച്ചില്ല. അപ്പോൾ അനീഷ് ഞാൻ ഡിസേർവിങ് അല്ലേ, പാർഷ്യാലിറ്റിയാണ് നിങ്ങൾ കാണിക്കുന്നതെന്നൊക്കെ പറയുന്നു. അപ്പം റിയാസ് പറയുന്നു താൻ നന്നായിട്ട് ചെയ്തു, പക്ഷേ ഞങ്ങൾ പാർഷ്യാലിറ്റിയാണ് കാണിക്കുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നില്ല. അപ്പോഴത്തേക്ക് നിങ്ങൾ ജെന്യൂൻ അല്ല, നിങ്ങൾ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവിടെ അനീഷിൻ്റെ വക ഒരു ചെറിയ ഒരു സംഭാഷണം. അപ്പോൾ അഭിലാഷ് പറയുന്നു അവരുടെ 3 കോയിനേ ഉള്ളൂ, റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കൂ. അഭിലാഷ് റെസ്പെക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയത് ഷാനവാസിനും ജിസേലിനുമാണ്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയ ആളുകൾക്ക് 2 കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ ഡയറക്റ്റ് ക്യാപ്റ്റൻസിയിലേക്ക് പോകാം, മത്സരിക്കാനായിട്ട് പോകാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പണിപ്പുരയിൽ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ലക്ഷറി പർച്ചേസുകളൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാ ആളുകളും ഇങ്ങനെ ഒരു അഭിപ്രായം പറയുകയാണ്. അവിടെയും കുറേ അലമ്പൊക്കെ ഉണ്ട്. എപ്പിസോഡിൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അനീഷൊക്കെയാണ് പ്രധാനപ്പെട്ടതായി ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും റിയാസ് എന്തിനാണ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്, വളരെ മോശമായിട്ടുള്ള ഭാഷയൊക്കെ ഉപയോഗിക്കുന്ന ഷാനവാസിനെ എന്തിനു സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം അത് മറ്റേ ടാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ അനുവിന് ജിസേലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ലോ. അപ്പോൾ ജിസേൽ ക്യാപ്റ്റൻസി തന്നെ ചൂസ് ചെയ്യുന്നു. ഈ ഫുഡ് ഇപ്പോൾ എടുത്താൽ ഒറ്റയ്ക്ക് കഴിക്കാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ, ക്യാപ്റ്റൻസി ആകുമ്പോൾ ഒറ്റയ്ക്ക് കിട്ടുമല്ലോ, അതൊരു സംഭവമാണ് ജിസേൽ പറഞ്ഞത്. അങ്ങനെ റെന, സാബുമോൻ എന്നിവർക്ക് ജയിൽ നോമിനേഷൻ കിട്ടുകയാണ്. അവർ ഏറ്റവും കുറവ് സ്റ്റാർസ് നേടിയ ആളുകളാണ്. സാബുമാനെ ജയിലിലേക്ക് വിടാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ കൂട്ടമായിട്ട് ആളുകൾ വന്നിട്ട് റെനയെ കുറിച്ചിട്ട് പറയുകയാണ്. അനീഷ് പറയുന്നു റെന ടാസ്ക് കൃത്യമായിട്ട് ചെയ്തില്ല. അപ്പോൾ അനീഷിന് എഗനിസ്റ്റായിട്ട് കുറേ ആളുകളൊക്കെ അവിടെ നിന്ന് അനീഷ് ഓവറായിട്ട് സംസാരിക്കുന്ന ഇതിനെയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനു വരുന്നു, റെന കുട്ടികളിയായിരുന്നു ടാസ്കിൽ. ഷാനവാസ് പറയുന്നു റെന ജോലി ചെയ്യാനായിട്ട് സമ്മതിക്കാതിരുന്നു, മാനേജറായിട്ട് ജോലി ചെയ്യാനായിട്ട് സമ്മതിക്കാതിരുന്നു. ജിസേൽ പറയുന്നു റെന ഞാൻ ഹൗസിലേക്ക് വരുന്ന സമയത്ത് ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞു, ഹോട്ടലിലേക്ക് വരുന്ന സമയത്ത്. ലക്ഷ്മി പറഞ്ഞു റെനയ്ക്ക് ഒട്ടും പങ്ക്ച്വാലിറ്റി ഉണ്ടായിരുന്നില്ല, ടാസ്ക് ഒന്നും പ്രോപ്പർ ടൈമിൽ ആരംഭിച്ചില്ല. നോറ പറയുന്നു സാബുമോൻ പോവണ്ട, അതുകൊണ്ട് ഞാൻ റെനയെ നോമിനേറ്റ് ചെയ്യുന്നു. ആദില പറയുന്നു ഓണറുടെ മോളായിട്ടുള്ള എനിക്ക് റെസ്പെക്റ്റ് തന്നില്ല. ആര്യൻ റെന എന്ന് പറഞ്ഞു പോകുന്നു. അക്ബർ പറഞ്ഞു യൂണിഫോം ഇട്ട് റെഡിയായിട്ട് വന്നില്ല. ബിന്നി പറയുന്നു റെന വീണ്ടും റെനയെ തന്നെ പറയുന്നു ഒരു പണിയും ചെയ്യില്ല എന്നാണ് പറയുന്നത്. നെവിൻ പറയുന്നു അനീഷിനേക്ക് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് റെനയുടെ പേര് പറയുന്നത്. ഒനിൽ റെന, അഭിലാഷ് റെനയുടെ പറയുന്നു, ജിഷിൻ റെനയുടെ കാര്യം പറയുന്നു. ഇതിനുശേഷം മറ്റേ റിയാസിൻ്റെ സീക്രട്ട് ടാസ്കിനെ കുറിച്ചിട്ട് ബിഗ് ബോസ് പറയുകയാണ്. അപ്പോൾ റിയാസ് ആ ഒരു ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനത് എടുത്തിനി കൂടുതൽ പറയുന്നില്ല, വീഡിയോയുടെ ദൈർഘ്യം കൂടും. അപ്പോൾ എന്താണ് ഒരു ടാസ്ക് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരെയും കൊണ്ടും പാട്ട് പാടിപ്പിക്കണം എന്നുള്ളതായിരുന്നില്ലല്ലോ. അപ്പോൾ വ്യത്യസ്ത ഇടങ്ങളിൽ വെച്ച് പാട്ട് പാടിപ്പിക്കണം എന്നുള്ളതായിരുന്നു. ആ ഒരു ടാസ്ക് ചെയ്യാത്തതുകൊണ്ട് ഹൗസിലുള്ള ആളുകൾക്ക് ഒരു പണിഷ്മെൻറ്റ് കിട്ടി. അപ്പോൾ അതിൽ റിയാസ് ഹാപ്പിയാണ്. ഹൗസിലുള്ള ആളുകൾക്ക് ഒരു ഗുണം കിട്ടിയില്ല, തനിക്കിട്ട് കുറേ പണി തന്ന് തന്നെ ഇവിടെ ബുദ്ധിമുട്ടിച്ച ആൾക്കാരാണല്ലോ ഇതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടിയില്ല. ഏതായാലും ആ ഒരു പണിഷ്മെൻറ്റ് പിന്നെ അറിയിക്കാമെന്ന് പറയുന്നു. അപ്പോൾ റിയാസ് പറയുകയാണ് എല്ലാ ആൾക്കാരും അല്ല, ചില ആൾക്കാർ കാരണം എനിക്ക് ഹൗസിൽ അത്ര BB ഹോട്ടലിൽ അത്ര സുഖകരമായിട്ടുള്ള ഒരു താമസമായിരുന്നില്ല. ചില ആളുകളുടെ പേഴ്സണാലിറ്റിയൊക്കെ ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ടാണ് വന്നത്. അതേപോലെ തന്നെ അങ്ങനെ മൊത്തത്തിൽ ചെറിയ വിമർശനങ്ങളുണ്ട്. ചില ആളുകളെയൊക്കെ ഇഷ്ടപ്പെടുന്നു. എല്ലാവർക്കും ഹഗ്ഗൊക്കെ കൊടുത്തിട്ട് റിയാസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഷാനവാസിന് ഹഗ്ഗ് കിട്ടിയില്ല. അപ്പോൾ ഷാനവാസും അനീഷും കൂടെ ഇങ്ങനെ കിടക്കുകയാണ്, മറ്റേ ദാസനും വിജയനും കിടക്കുന്നത് പോലെ. അപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് ഷാനവാസ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്.
വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി ഷാനവാസും അനീഷും കാത്തിരിക്കുകയാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ഷാനവാസ് അനീഷിൻ്റെ ഫ്രണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ അനീഷ് കാല് വരും. അത് പിന്നെ തുറന്ന് പറയുന്നതുകൊണ്ട് കട്ടപ്പ വിളികളൊന്നും അനീഷിന് കേൾക്കില്ല. ഒറ്റയാൻ. നിവിനും ബിന്നിയും കൂടെ സങ്കടം പറച്ചിലാണ്. അപ്പോൾ ആദിലയുടെ കട്ടിലിൽ അന്ന് വന്നിരുന്നപ്പോൾ അവർക്ക് അൺകംഫർട്ടബിളായി, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ടില്ല. അപ്പം നിവിന് വിഷമൊക്കെ ഉണ്ട്. ബിന്നി പറയുന്നു നീ സംസാരിക്കുമ്പോൾ ക്വാളിറ്റി കീപ്പ് ചെയ്യണം. അപ്പോൾ 15 വർഷമായിട്ട് ഷാനവാസ് ഉണ്ടാക്കിയ ആ ഒരു കരിയറിനെ കുറിച്ചിട്ടും അയാളുടെ റെപ്യൂട്ടേഷനെ കുറിച്ചിട്ടുമൊക്കെ നിവിൻ പറയുന്നുണ്ട്. ആ ഒരു ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനുശേഷം ലക്ഷ്മിയുടെ പിറന്നാൾ കേക്ക് വരികയാണ്. എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിക്കുന്നു, സന്തോഷമായിട്ട് കേക്കൊക്കെ മുറിക്കുന്നു. ലക്ഷ്മിയുടെ മറ്റേ തങ്കക്കുടം പോലുള്ള കുഞ്ഞു വാവേനെയൊക്കെ കാണിച്ചു. അയ്യോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വാവ. അപ്പോൾ ആ കൊച്ചിനെയൊക്കെയാണോ നിങ്ങളിങ്ങനെ നമ്മൾ പിള്ളേർക്കുണ്ടല്ലോ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. ലക്ഷ്മിയൊക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ വീഡിയോ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, കുട്ടികൾക്ക് ആരെയും വെറുക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്യേണ്ടതിൻ്റെയും അവരുടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യേണ്ടതിൻ്റെയൊക്കെ ഒരു ആവശ്യകതയെക്കുറിച്ചിട്ട് പറഞ്ഞാൽ മതി. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയും ആളുകളെ എങ്ങനെ മനുഷ്യനായിട്ട് കാണണം, സ്നേഹിക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഹെയ്റ്റ് പഠിപ്പിക്കാനായിട്ട് പേരൻസ് ഇടപെടേണ്ട ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ ചുറ്റുപാടുമുണ്ട്. സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് അവരുടെ പലവിധ സുഹൃത്തുക്കളിൽ നിന്നും അവരൊക്കെ കൺസ്യൂം ചെയ്യുന്ന കോണ്ടന്റുകളിൽ നിന്നും വെറുപ്പ് തന്നെ വന്നോളൂന്നേ. ഇപ്പം ലക്ഷ്മിക്ക് വീട്ടുകാർ പഠിപ്പിച്ചു തന്നാണോ വെറുപ്പ്? ഈ LGBTQ കമ്മ്യൂണിറ്റിയോടുള്ള വെറുപ്പ്, അങ്ങനെയുള്ള വെറുപ്പ് അല്ല, അത് പിന്നീട് വന്നതാണ്. അപ്പോൾ വെറുപ്പ് തന്നെ വന്ന് പഠിച്ചോളും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ പിള്ളേരും ആരെങ്കിലുമൊക്കെ വെറുത്തോളും. അങ്ങനെ വെറുപ്പ് മനസ്സിൽ ഉറപ്പായിട്ട് മനുഷ്യന് വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കാര്യം കഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ LGBTQ വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്ന ആൾക്കാർ ആക്ച്വലി ആഫ്റ്റർ ഓൾ എന്താണ്, ഞങ്ങൾക്ക് ഒരു കൂട്ടം ആളുകളോട് വെറുപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പറയുകയാണ് ഞങ്ങൾക്ക് ആരോടും വെറുപ്പൊന്നുമില്ല. കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളോട് വെറുപ്പുണ്ട്, അത് ഏത് ജെൻഡറാണെന്നുണ്ടെങ്കിലും. അല്ലാതെ വെറുപ്പില്ല, അയ്യേ നിങ്ങൾ മോശക്കാരാണ്, അങ്ങനെയല്ല. വെറുപ്പില്ലാത്ത ആളുകൾ നല്ല ആളുകളായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ലോകമാണ് നല്ല ലോകം എന്ന് പറയുന്നത്. വെറുപ്പില്ലെന്നേ, നമ്മളെ ഡയറക്റ്റായിട്ട് ബാധിക്കാത്ത ഒരു കാര്യത്തിലും വെറുപ്പില്ല. അല്ലെങ്കിൽ അവർ കൂട്ടമായിട്ട് എന്തെങ്കിലും ഒരു ക്രൈം ചെയ്യുന്ന ആളുകളാണോ? ചില ആളുകൾ പറയും ഇവർ വളരെ മോശമായിട്ട് സെക്ഷൽ ഒഫൻസുകളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. ഈ ഹെട്രോസെക്ഷലായിട്ടുള്ള എന്നെ പോലെ നിങ്ങളെപ്പോലുള്ള ഒരു മജോറിറ്റിയും പോലെയുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ഏറ്റവും കൂടുതൽ ക്രൈം ചെയ്യുന്നത്. അതിനകത്ത് ഏത് ട്രാൻസ്ജെൻഡറെയോ അല്ലെങ്കിൽ ഏത് ഹോമോസെക്ഷലിനെയൊക്കെ നമുക്ക് അധികം കാണാനായിട്ട് പറ്റും. മോസ്റ്റ്ലി ഹെട്രോസെക്ഷലായിട്ടുള്ള ആളുകളാണ് എല്ലാ ക്രൈമിനകത്തും ഇടപെട്ട് നമ്മൾ കാണുന്നത്. ഗോവിന്ദചാമി എന്താ LGBTQ കമ്മ്യൂണിറ്റി ആയിരുന്നോ? ഡൽഹിയിൽ ആ പെൺകുട്ടിയോട് ആ ക്രൂരത കാണിച്ച ആളുകൾ എന്താ LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളായിരുന്നോ? കഴിഞ്ഞ ദിവസം ഭർത്താവിൻ്റെ പീഡനത്താൽ ആത്മഹത്യ ചെയ്ത സ്ത്രീകളെ കുറിച്ചിട്ട് വാർത്തകൾ കേട്ടില്ലേ? അവരെന്താ ആ ഭർത്താക്കന്മാരൊക്കെ വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളായിരുന്നോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളാണ്. അതിലൊരുത്തൻ ഇങ്ങനെ എന്തോ സൈക്കോതരമൊക്കെ കാണിച്ച് അവനിങ്ങനെ ഒരുങ്ങി നടക്കാനൊക്കെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവന് വേറെ എന്തെങ്കിലും ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു, അവനെ അക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു, അവന് അവൻ്റേതായിട്ടുള്ള ജീവിതം കൊടുക്കുകയായിരുന്നുണ്ടെങ്കിൽ അവനിങ്ങനെ ആ ഒരു ജീവിതത്തിൽ ആ പെൺകൊച്ചിന് ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ അനുവദിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.